പേട്ടയില ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളിലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വി മുരളീധരൻ MLA മുട്ടായി വിതരണം ചെയ്തത് ഡെസ്കിലേക്ക് ഇട്ടുകൊടുത്തു എന്ന് പറഞ്ഞിട്ട് വലിയ വിവാദമുണ്ടായി. ആ വിവാദത്തിന് ഒരു ദിവസത്തെ ആയുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഒരു വലിയ വീഡിയോയിലെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് അത് വെച്ച് പ്രചരിപ്പിച്ച് ജാതിവെറിയുടെ വലിയ ആൾരൂപമായിട്ട് ശ്രീ മുരളീധരനെ ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും മുൻ മന്ത്രിയും ഒക്കെ അരങ്ങേറുകയുണ്ടായി. ശ്രീ വി മുരളീധരനെ ആ നരാധവനായിട്ട് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ ജാതിവെറിയുടെ കോമരമായിട്ട് ചിത്രീകരിക്കുന്ന ആ മുഴുവൻ വീഡിയോ നമുക്കൊന്ന് കാണാം. ഈ പ്രശ്നം ഒന്ന് ആളിക്കത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ രണ്ട് മുൻ മന്ത്രിമാർ, അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറും ഇന്ന് ആ സ്കൂൾ സന്ദർശിക്കുകയുണ്ടായി. പക്ഷേ 9 മണിക്ക് സ്കൂളിൽ ബെല്ലടിച്ച് കുട്ടികൾ അകത്ത് കയറിയാൽ പിന്നീട് പുറത്തുള്ളവർക്ക് ആ സ്കൂളിൽ കുട്ടികളെ കാണുവാൻ അനുവാദമില്ല എന്നതുപോലും രണ്ട് മുൻ മന്ത്രിമാർക്ക് അറിവില്ല എന്നുള്ളതാണ്. ഈ രണ്ട് മന്ത്രി പുങ്കവന്മാര് അവിടെ ചെന്ന് കുട്ടികൾക്ക് കുറച്ച് മുട്ടായിയൊക്കെ ആയിട്ടാണ് പോയത്. അവർക്ക് മുട്ടായിയൊക്കെ കൊടുത്ത് ഇതൊരു വലിയ സംഭവമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ചെന്നിട്ടും അവർക്കവിടെ കയറി ഈ കുട്ടികളെ കാണുവാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനോ ഈ കുട്ടികൾക്കും മുട്ടായി കൊടുക്കുവാനോ സാധിച്ചില്ല എന്നുള്ളതാണ്. ഓഫീസിലിരുന്ന് ഇവർ കുറച്ച് സംസാരിച്ചൊക്കെ നോക്കി, പക്ഷേ ഒരു കാരണവശാലും അത് സാധ്യമല്ല എന്ന് അവിടുത്തെ അധ്യാപകര് പറഞ്ഞതനുസരിച്ച് തിരികെ പോരേണ്ടി വന്നു. ആ മുഴുവൻ വീഡിയോ നമുക്കൊന്ന് കാണാം. മുൻ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും മുൻ കഴക്കൂട്ടം MLAയുമായ കടകംപള്ളി സുരേന്ദ്രനും ഇന്ന് സ്കൂളിലെത്തി. പക്ഷേ ഇരുവരും സ്കൂളിലെത്തിയ സമയം സ്കൂളിന്റെ അധ്യയന സമയം തുടങ്ങിയതിനു ശേഷമാണ് ഇരുവരും എത്തിയത് എന്നുള്ളതാണ്. റെസിഡൻഷ്യൽ സ്കൂളിൽ പ്രത്യേകിച്ചും ഈ 9 മണിക്ക് ക്ലാസ് തുടങ്ങും. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുശേഷം ആർക്കെങ്കിലും കുട്ടികളെ കാണണമെങ്കിൽ അതിന് വലിയ അനുമതിയൊക്കെ വേണ്ടിവരും. അനുമതി ഇരുവർക്കും കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ സ്കൂൾ സമയത്തെക്കുറിച്ച് ഒരു വിദ്യാഭ്യാസ മന്ത്രിക്ക് കൃത്യമായ ധാരണ ഉണ്ടാകേണ്ടതായിരുന്നു. അദ്ദേഹം 9 മണിക്ക് മുന്നേ വരേണ്ടതായിരുന്നു. അതിനുശേഷം വന്ന് ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തി സ്കൂളിനകത്തേക്ക് കുട്ടികളെ കാണാൻ ശ്രമിച്ചത് പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരികെ പോന്നപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് അവിടെ ക്ലാസ് തുടങ്ങിയതുകൊണ്ട് പിന്നീട് ഒരിക്കൽ കുട്ടികളെ കാണാം എന്ന് പറയുകയും ഞങ്ങൾ മുട്ടായി അധ്യാപകരെ ഏൽപ്പിച്ച് തിരിച്ചു പോന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തില് ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അത് എത്രത്തോളം ആളിക്കത്തിക്കാമോ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഇവരുടെ ഈ പ്രവർത്തികൾ, ഇത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങള് ഒരു വ്യക്തിയെ വ്യക്തിഹത്യ വരുത്തുക, അവരെ തേജോവധം ചെയ്യുക, ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖമുദ്രയാണ്. എന്തായാലും ഈ രണ്ട് വീഡിയോയും എന്റെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം.